ഫെസ്റ്റിവൽ മൈൽസ്റ്റോൺസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സംഭവം എന്ന് വെച്ചാലേ ഞങ്ങളിന്ന് പോകുന്നതെന്ന് പറഞ്ഞാൽ കൊല്ലം ജില്ലയിലെ കൊട്ടിയത്തുള്ള മുഖത്തല മുരാരി ക്ഷേത്രത്തിലാണ് കേട്ടോ. മുഖത്തല മുരാരി ക്ഷേത്രത്തിൽ നമ്മൾ എന്തിനാണ് പോകുന്നത്? അതെ, ആന ഊട്ടും ആന നീരാട്ടും കാണാനാണ്. അപ്പോൾ നമുക്ക് ബാക്കി കാഴ്ചകൾ ക്ഷേത്രത്തിൽ എത്തിയിട്ട് കാണാം, പോവാം. അപ്പോൾ നമ്മൾ മുഖത്തല മുരാരി ക്ഷേത്ര കവാടത്തിന് മുന്നിൽ എത്തി കേട്ടോ. ഇപ്പോൾ ആള് കുറവാണേ. സാധാരണ ഒരു മഴ ഉണ്ടാവുന്നതാണ്, ഇത്തവണ മഴയൊന്നും പെയ്തില്ല. ഞങ്ങള് ക്ഷേത്രത്തിന് മുന്നിൽ എത്തി കേട്ടോ. അപ്പം ആൾക്കാരൊക്കെ കൂടി വരുന്നതേ ഉള്ളൂ. നല്ലൊരു സ്പോട്ട് നോക്കി നിൽക്കണം, എല്ലാം ഒന്ന് കാണണമല്ലോ. ടീം നടുവിലക്കരയുടെ കൊമ്പന്മാരെ കണ്ടോ? അത്തിക്കാവ് കാർത്തികേയൻ, ചെർപ്പളശ്ശേരി അനന്തപത്മനാഭൻ, നമ്മുടെ പുത്തംകുളം അനന്തപത്മനാഭൻ. ഗജവിവരണം ശൈലേഷേട്ടനും സംഘവും ആലിൻ്റെ ഫ്രണ്ടിലുണ്ട് കേട്ടോ. അവരവിടെയാണ് എല്ലാം സജ്ജീകരിച്ചിരിക്കുന്നത്. മലയാളത്തിന്റെ ഹൃദയസീമയിലും ഉത്സവ കേരളത്തിന്റെ ഉള്ളാത സൂര്യനായി നമ്മുടെ രാഹുൽ രാജ് വ്ളോഗ്സിനെ, അതായത് രാഹുൽ രാജിനെ ആദരിക്കുന്ന ചടങ്ങാണ് കേട്ടോ. അത് എല്ലാ വർഷവും ഇവിടെ നടക്കുന്നതാണ്. അപ്പോൾ രാഹുൽ രാജിനെ ആദരിക്കുന്ന ചടങ്ങാണ് ഇപ്പോൾ കാണുന്നത്. ആദ്യത്തെ ആള് വരുന്നുണ്ടേ, അത് നമ്മുടെ പാലക്കാത്തറ അഭിമന്യുവാണ് വരുന്നത്. താഴെന്ന് ഏതോ ഒരു ഗജരാജൻ ആളിനെ സ്വീകരിച്ച് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. അവർ സമയം താമസിച്ചു പോയി.
സംഭവം അവരെ നേരെ ഗ്രൗണ്ടിലേക്ക് കയറ്റത്തുള്ളെന്ന് തോന്നുന്നു കേട്ടോ. ക്ഷേത്രത്തിൽ കൂടെ ഇറക്കത്തില്ലെന്നാണ് തോന്നുന്നത്, അറിയത്തില്ല. അത് അവർ പാതിയിൽ വന്ന് നിൽക്കുവാണേ, ഇങ്ങോട്ട് മുൻപോട്ട് വരുന്നില്ല. അവിടെ നിന്ന് പോകുമെന്നാണ് തോന്നുന്നത് ഗ്രൗണ്ടിലോട്ട്. നോക്കാം. അനീഷിന്റെയും ജയകൃഷ്ണന്റെയും കൈകൾ പിടിച്ചുകൊണ്ടത് ഭഗവാന്റെ മണ്ണിലേക്ക് കടന്നു വരികയാണവൻ. താരങ്ങളെ വരവേറ്റ് സ്വീകരിച്ച മണ്ണിലെല്ലാം ആവേശത്തിന്റെ പ്രതിപുരുഷനായ യമരാജൻ കൊള്ളുന്ന യുവരാജാവ് വടക്കൻ ഭാരതത്തിന്റെ പെരുമാറി പിറവികൊണ്ട് ഉത്സവ മലയാളത്തിന്റെ ആവേശങ്ങളിൽ തന്റെ നാമം കുറിച്ചിട്ടവൻ. ചരിത്രമൊരുങ്ങുന്ന പുത്തൻകുളത്തിന്റെ വീരപ്പെരുമതാർത്തിക്കൊടുത്ത താരങ്ങളിൽ പ്രമുഖനായ യുവരാജാവ് പുതുമുകളെ തന്റെ സേവനയുടെ പ്രവണ കാക്കുന്നവന്റെ വരവ് ദേശിന്റെ നാടിന്റെ ആൺപിറവികളിൽ ആഘോഷത്തിന്റെ പ്രജാപതിയാകുവാൻ കച്ചമുറുക്കി എഴുതുന്ന കമ്പലാൻ കുട്ടിയുടെ വരവ് മനോഹര കാണിക്കുകയായി ഒരു വീരഭൂഷണിയുടെ വരവ്. അനീഷിന്റെയും ജയകൃഷ്ണന്റെയും കൈകൾ പിടിച്ചുകൊണ്ട് മുഖത്തിലെ കണ്ണന്റെ മണിയെ ആണിയിട്ട് കൂടുവാനുള്ള താരങ്ങളെ വരവേറ്റ് സ്വീകരിച്ച മണ്ണിലെല്ലാം ആരോഗ്യവർക്കും മകനായി മാറുന്ന മാതൃക തിരുവരുകവൻ. ചരിത്രമൊരുങ്ങുന്ന മണ്ണിന്റെ ഹസി അഴകുകൊണ്ട് ദലിതം ചൂടി വാഴുന്ന യുവരാജാവ് തെക്കിന്റെ നിലഭൂമിയിൽ നിന്ന് ഉദിച്ചുയർന്ന മലയാള മണ്ണിന്റെ ചൂടും ചൂടും തൊട്ടറിഞ്ഞ യുവചക്രവർത്തി വടക്കൻ കാടിന്റെ മലത്തട്ടി പിറന്ന തെക്കൻ കേരളത്തിലേക്ക് ചുവട് നിലപ്പിച്ച ഗജരാജകുമാരൻ പ്രായത്തിന്റെ മകട്ടുകൊണ്ടും പ്രകൃതി കെട്ടുന്ന പരമേശ്വര വൃത്തം കൊണ്ടും പുതിയ കാലത്തിന് പകർന്നാട്ടം കൊടുക്കുന്ന താരനായകൻ ഉമാമഹേശ്വര പ്രിയൻ ഭട്ടമൻകാവ് മണികണ്ഠൻ. വടക്കൻ കാടിന്റെ മണിത്തട്ടി പിറന്ന തെക്കൻ കേരളത്തിലേക്ക് ചുവട് നിലപ്പിച്ച ഗജരാജകുമാരൻ വരികയാണ്. അരങ്ങ താരമാകാൻ പകതായി പ്രണമിക്കുന്ന ദൈവത്തിന്റെ നാമം മുഴക്കാൻ മുഖത്തല കണ്ണന്റെ മണ്ണിലേക്ക് വരികയാണ്. കണ്ണിന് കരുമണിപോലെ മണ്ണിന് മായാത്ത മഹിമ പോലെ ഭട്ടമൻകാവിന്റെ നാമധേയമാണ് തുടർച്ചയായി തർക്കമില്ലാത്ത തലപ്പൊക്കവും കൊണ്ട് താരരാജാക്കന്മാർ അടക്കി വാഴുന്ന മണ്ണിലേക്ക് വൈപ്പിൻ ഷാജിയുടെ കൈകൾ പിടിച്ചുകൊണ്ടത് വടക്കേ ദേശത്തിന്റെ വീരനായകൻ വെല്ലുവിളികളായി കടന്നു ചെല്ലുന്ന വീരപുത്രൻ തന്റെ നട്ടകത്തിൽ തന്റെ നാഥന്റെ മണ്ണിൽ തമ്പുരാനായി വാഴാൻ പിറന്ന വീരനിവൻ ഉമാമഹേശ്വരപ്രിയൻ ഭട്ടമൻകാവ് മണികണ്ഠൻ സാരഥിമാർക്കും മുഖത്തലയാനയിലേക്ക് സ്വാഗതം സുസ്വാഗതം. വടക്കും താരമാകുന്ന സാരഥി മാമ്പിയുടെ കൈയും പിടിച്ചുകൊണ്ടത് മുഖത്തലയുടെ മണ്ണിൽ ആവേശം നിറയ്ക്കുവാൻ വരികയാണ് വിഷ്ണുനാരായണൻ. തെക്കൻ മണിത്തട്ടിൽ നിന്ന് ഉന്നത ശ്രേണിയുടെ രാജകീയതയിലേക്ക് കരുണാകൊണ്ട് കടന്നു വന്ന യുവരാജാവ് ഐശ്വര്യമെന്ന വാക്കിനാണ് സംഗമം കൊണ്ട് മറുപടി പറഞ്ഞ ആലവീരകുമാരൻ. വടക്കൻ മണ്ണിന്റെ മണിത്തട്ടിൽ പൂർവികൻ ദോഷമായ സൗന്ദര്യത്തിൽ ആവിർഭാവം കൂടി പിറന്നതാൻ കുട്ടി. ഏത് പ്രതിസന്ധിയും കടന്ന് വിജയത്തിന്റെ വെന്നിക്കൊടി വാങ്ങിക്കുവാൻ പഴുത്തര മഹാഗണപതി അനുഗ്രഹിച്ച വിഷ്ണുനാരായണൻ.
കല്ലുകളിലാകെയാണ് മൂടുവാൻ വരികയാണ് പടിഞ്ഞാറേ ദേശം യുവജന സമിതിയുടെ സുൽത്താൻ യുവജനതാരം ലിബർട്ടി ഉണ്ണിക്കുട്ടൻ. പരിമിതികളെ പാടയും മറികടന്ന് പ്രൗഢിയുടെ പ്ലക്കാർഡും മറ്റേ കൊടികളും കാര്യങ്ങളും വന്നതുകൊണ്ട് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നില്ല കേട്ടോ. നല്ലൊരു സ്പോട്ടായിരുന്നു. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ടൊക്കെ മാറി എടുക്കാൻ നോക്കാം. ആവേശമാകാൻ തലമുതിർന്നവർ മാത്രം മതിയേ എന്ന് യുവരാജാക്കന്മാർ വേണ്ടയെന്ന് ചടങ്ങുന്ന മുഖത്തിലൂടെ മണ്ണ് ഉറപ്പിക്കുന്ന മറുപടി ചെറിയ ദേശത്തിന്റെ നായകനായി കടന്നു വരികയാണവൻ. വിളിച്ചുവരുന്ന വാഗ്ദാനങ്ങൾക്ക് മറുപടിയായി വിളിച്ചുവരുന്ന നിലവാരകം ആനന്ദമാർക്ക് മുന്നിൽ മണിയറോ വയ്ക്കാനില്ലാത്ത യുവരാജാവ് ഈ ഭാരത ശേഖരന്മാരുടെ ഇടയിലെ ഇളമുറ തമ്പുരാൻ സാക്ഷാൽ
പാറശ്ശേരി രാധാകൃഷ്ണന്റെയും ഉണ്ണിയുടെയും കൈകൾ പിടിച്ചുകൊണ്ട് ഗുരുവായൂരപ്പന്റെ പന്ത്രണ്ട് വരികയാണ്. ചന്തമുള്ള സിംഹാസനത്തിൽ ഒരു തമ്പുരാൻ വീണമെന്ന നിയോഗത്തിലേക്ക് ശ്രീ ഗുരുവായൂരപ്പനിലേക്ക് യുവരാജാജൻ അഴകും മികവും ചെയ്ത് മിനുക്കിയപ്പോൾ ആനന്ദത്തിന്റെ സുഖം ജനമയിൽ കഴിയുമെന്ന് കാലത്തിന് കാണിച്ചിട്ടുണ്ട്. ഭയമെന്ന രീതിയില്ലാതെ ഭയന്ന ചരിത്രത്തിന്റെ ശൈലിയില്ലാതെ പടനായകത്വത്തിന്റെ ഗജഭേരി അലങ്കാരമാക്കിയവൻ ആദ്യമായി കാലഘട്ടങ്ങളെ വെല്ലുവിളിച്ച്
വർഷങ്ങൾക്കപ്പുറം ആഘോഷത്തിന്റെ നായകത്വം വഹിച്ചു ശീലിച്ച തൃക്കടവൂരപ്പന്റെ സ്വന്തം കടവൂരാൻ ഭൈരവരൗദ്രപ്രിയ ഗജാധിപതി ഗജരാജ മങ്ങാടിയ തൃക്കടവൂർ ശിവരാജു. പതിവിന്റെ രീതികൾക്കും ഇളക്കം തട്ടാത്ത സിംഹാസനത്തിനും ഇതിഹാസ പെരുമ സമ്മാനിച്ചത് വരികയാണ് നായകൻ സദൃശന്റെ മടിത്തട്ടിൽ നിന്നും സദസ്വരം പ്രവഹിച്ചുകൂടി തിരുവിതാംകൂറിന്റെ അഭിമാനമായവൻ തിലകം ചാർത്തി വരവേറ്റ കാലത്തിന് തികവാർന്ന സൗന്ദര്യത്തിന്റെ ലഹരി സമ്മാനിച്ചവൻ തെക്കൻ പടക്കളങ്ങളിൽ നായകത്വം ഊട്ടിയുറപ്പിച്ച് വടക്കിന്റെ വിരിമാറായിരിക്കും എന്നുമെന്നും താരപ്രഭ കൊണ്ടെത്തിക്കുന്നവൻ. ഗജവീരന്മാരുടെ എൻട്രി കഴിഞ്ഞ് ഇനിയിപ്പോൾ ഗ്രൗണ്ടിലോട്ട് പോകാൻ സ്ഥലം ഉണ്ടാകുന്ന നോക്കണം. താഴെ ഇനി ആന ഊട്ടും ആന നീരാട്ടും ഉണ്ട്. അതെങ്ങനെയെങ്കിലും അവിടെ പോയൊന്ന് വീഡിയോ പകർത്താൻ വേണം, എനിക്കത് കാണാൻ വേണം. സംഭവം പറ്റുമെന്ന് അറിയത്തില്ല, എന്നാലും ഞാൻ ശ്രമിച്ചു നോക്കാം. സുലയെ ഒരു ഭാഗത്ത് കൊണ്ട് ഇരുത്തിയിട്ട് ഞാൻ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി വന്നു കേട്ടോ. സംഭവം ഒട്ടും സ്ഥലമില്ല, ഫുൾ ആളാണ് കേട്ടോ. ഇപ്പോൾ എനിക്ക് ഒരു സൈഡിൽ കുറച്ച് സ്ഥലം കിട്ടി. സംഭവം ആന നീരാട്ട് കാണാൻ പറ്റി. ആന നീരാട്ട് കഴിഞ്ഞിട്ട് ആന ഊട്ടുണ്ട്. എന്തായാലും ഭാഗ്യമുണ്ട്, കാണാൻ പറ്റി. ആന ഊട്ടും ആന നീരാട്ടും അത് നിങ്ങളെ എനിക്ക് കാണിക്കാനും പറ്റി. എന്നാൽ കഴിയുന്ന വിധം കാണിക്കാനും കഴിഞ്ഞു. അപ്പോൾ കൂടെ ഉണ്ടാവട്ടെ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് സ്നേഹത്തോടുകൂടി താൽക്കാലികമായി വിടവാങ്ങുന്നു. സ്നേഹപൂർവ്വം ഞാൻ ശൈലേഷ് വൈദ്യൻ. ഒപ്പം ഈ ഒരു ഗജവിവരണം ആവട്ടെ, എന്തുമാവട്ടെ, ഏതൊരു കാര്യത്തിനും അക്ഷരക്കൂട്ടങ്ങളെ തന്നുകൊണ്ടിരിക്കുന്ന, എന്നും തന്നുകൊണ്ടിരിക്കുന്ന, തുടർന്നുകൊണ്ടേയിരിക്കുന്ന, ഇനിയും തുടരുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരൻ ശ്രീ അഖിൽ ഷാജി അൻപത്. ഒപ്പം സ്കോറിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്ന ടീം മെമ്പർ കൂടിയായ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ശ്രീ കണ്ണൻ ശ്രീകുമാർ. ഒരായിരം നന്ദി, ഒരായിരം സ്നേഹം, ഒരായിരം സന്തോഷം. ഹരേ മുരാരി. പ്രത്യേക ശ്രദ്ധയ്ക്ക് ആന നീരാട്ട് കഴിഞ്ഞതിന് ശേഷം എല്ലാ ആനകൾക്കും ആന ഊട്ട് തുടങ്ങാവുന്നതാണ്. ആന നീരാട്ടും അവസാനിപ്പിക്കേണ്ടതുണ്ട്. ആന നീരാട്ട് കഴിഞ്ഞ ആനകൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ ആനയൂട്ട് നൽകണമെന്ന് അറിയിക്കുന്നു. ഇവിടെ ഇത്രയും നല്ലൊരു ഗജ വിവരണം അവതരിപ്പിച്ച ശ്രീ ശൈലേഷ് വൈദ്യത്തിന് ക്ഷേത്ര ഉപദേശക സമിതിയുടെ പേരിലുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. കൂടാതെ തന്നെ ഇവിടെ ഇത്രയും നേരം ഒരു വിജയമാക്കി തീർത്ത നിങ്ങൾ ഓരോരുത്തരോടുമുള്ള നന്ദി കമ്മിറ്റിയുടെ പേരിൽ അറിയിക്കുന്നു. ഇത്രയും നല്ലൊരു ആനയൂട്ടും ആന നീരാട്ടം സംഘടിപ്പിച്ച ശ്രീ രാജീവ് കണ്ണങ്കരയ്ക്കും ജോയിന്റ് കൺവീനേഴ്സ് ആയിട്ടുള്ള സതീഷ ശ്രീരാജ് കുടുള്ള എന്നിവർക്കുള്ള പ്രത്യേക നന്ദി ക്ഷേത്ര ഉപദേശക സമിതിയുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. എല്ലാവരും നീരാട്ട് കഴിഞ്ഞ് പോയി കേട്ടോ. ഒരാൾ നിന്ന് വിസ്തരിച്ച് കുളിക്കുവാണേ, നമ്മുടെ പനക്കൽ നന്ദൻ. പുള്ളി നിന്ന് കുളിക്കുവാണ്. പുള്ളി ലാസ്റ്റാണ്. അപ്പോൾ എല്ലാവരും പോയി, ഇനി പുള്ളി മാത്രമേ ഉള്ളൂ. ആനയൂട്ടിന് ആവശ്യമായ കുടിവെള്ളം നൽകി സഹായിച്ചത് AJ ഇന്റർലോക്ക്
പള്ളിമാണ്. ആനയൂട്ടിനുള്ള ആഹാരം സ്പോൺസർ ചെയ്തത് കടുക്കറ കുടുംബാംഗങ്ങൾ. ഇവിടെ നേർച്ചയായി സമർപ്പിച്ച എല്ലാ സമിതികൾക്കും പ്രത്യേക നന്ദി അറിയിക്കുന്നു. ദിവസമാണ് ഇന്ന്. എല്ലാ കെട്ടുകാഴ്ചകളും ക്ഷേത്ര സന്നിധിയിൽ ദർശനത്തിനായി എത്തിക്കേണ്ടതാണെന്ന് പ്രത്യേകം അറിയിക്കുകയാണ്. കൃത്യം 8:30 തന്നെ ആ ഭഗവാനെ ദർശിക്കുക എന്നുള്ളൊരു മഹത്തായ. അപ്പോൾ ആന ഊട്ടും ആന നീരാട്ടം എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഞങ്ങളും വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ ഉടനെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ. എല്ലാവരുടെയും പ്രത്യേക ശ്രദ്ധയ്ക്കാണ് ഉത്സവ പറമ്പുകളിൽ